ഇരിക്കട്ടെ എൻ്റെ വിഷയം. ഈ വിദ്യാർത്ഥി ഇത്തരമൊരു പ്രശ്നങ്ങളിൽ അകപ്പെട്ടത് എവിടെ നിന്നാണ്? ഒരു തല്ല് കേസ്. വിദ്യാർത്ഥികൾ തമ്മിൽ ഗ്രൂപ്പായി തിരിഞ്ഞ് തല്ല് നടന്നു, വലിയ കുലുമാലുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അപകടങ്ങളുണ്ടായി. ആ കൂട്ടത്തിൽ ഈ വിദ്യാർത്ഥിയെ പിടിക്കപ്പെട്ടപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ ഫാമിലി സിറ്റുവേഷൻ, കുടുംബ സാഹചര്യം വളരെ മികച്ചതാണ്, നല്ല നിലവാരമുള്ളതാണ്. ആ മികച്ച കുടുംബ സാഹചര്യത്തിൽ ഈ കുട്ടി ഇത്തരമൊരു പോലീസ് കേസിൽ അകപ്പെട്ടപ്പോ അത് വലിയ വിഷയമായി ആ ഫാമിലിക്ക്. അത് ആ കുട്ടിക്കും പ്രശ്നമായി. അതിന്റെ പരിഹാരത്തിന് വേണ്ടി സൈക്കോളജിസ്റ്റിനെയും ശേഷം സൈക്യാട്രിസ്റ്റിനെയും കാണേണ്ടി വന്നു. അവർ മെഡിസിനിലേക്ക് അഭയം തേടി. മെഡിസിൻ കൊണ്ട് ഫലം ചെയ്യാതായ ഘട്ടം വന്നു. ആ സമയത്ത് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ, നിനക്ക് എന്നോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ? ആ കുട്ടി ഏകദേശം റാപ്പോ സെറ്റിൽഡ് ആയതിനു ശേഷം ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചു. അതിന്റെ മർമ്മപ്രധാനമായ പോയിന്റിലെത്തിയപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഒരു സത്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? എൻ്റെ പിതാവ് വിദേശത്താണ്. വിദേശത്തുള്ള പിതാവ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ പഠിക്കുന്ന എൻ്റെ സ്ഥാപനത്തിലേക്കുള്ള ഫീസ് അയച്ചു തരാറുണ്ട്. എനിക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ, ഭൗതികമായ സൗകര്യങ്ങൾ, ഫെസിലിറ്റീസുകൾ പലത് പറഞ്ഞാലും എനിക്ക് ചെയ്തു തരാറുണ്ട്. പക്ഷേ എൻ്റെ പിതാവ് എനിക്കയച്ച മെസ്സേജുകളിൽ എപ്പോഴെങ്കിലും, മോനെ നിനക്ക് സുഖാണോ, ആർ യു ഹാപ്പി, നീ സന്തോഷവാനാണോ എന്ന് ചോദിക്കുന്ന ഒരു സമീപന രീതിയുണ്ടെങ്കിൽ ഞാൻ ഇത്തരം ദുരന്തങ്ങളിൽ പെട്ടുപോകില്ലായിരുന്നു എന്ന് ഇന്നെൻ്റെ മനസ്സെന്നോട് ശാപസ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ആ കുട്ടി പറയാണ്. ഇതൊരു പരമസത്യമാണ്. എന്താണ് വേണ്ടത്? ഞാൻ ഇടക്ക് കയറി അഡോളസൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാം. കൗമാരം ഇന്ന് രക്ഷിതാക്കൾക്കൊക്കെ ഭയമാണെന്ന് തോന്നുന്നു. 13 വയസ്സിന് മേൽപോട്ടുള്ള മക്കളെ കൗമാരക്കാരെന്ന് വിളിക്കാം. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിലൊരഭിപ്രായത്തെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. 13 മുതൽ 19 വരെ, 20 വരെയുള്ള പ്രായം അഡോളസൻസ്, കൗമാരപ്രായമാണെന്ന് പറയുന്നു. കൗമാരത്തെ ചിലർ പറയുന്നു അതൊരു ദുരന്തമാണ്, അത് പ്രശ്നമാണ്, ഭയങ്കര കുലുമാലാണ് ഇവരുടെ പ്രായത്തിന്. എന്നാൽ ഞാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പക്ഷത്ത് നിന്ന് പറയുന്നു, കൗമാരം ഏറ്റവും ധന്യമായ പ്രായമാണ്. അള്ളാഹു പടച്ച പ്രായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധന്യമായ ഒരു പ്രായമാണ് കൗമാരം. അള്ളാഹു സവിശേഷമായി അവതരിപ്പിക്കപ്പെട്ടതാണ് കൗമാരപ്രായത്തെക്കുറിച്ച്. വളരെ മഹത്വമുള്ളതായി പറഞ്ഞതാണ് കൗമാരം. കൗമാരം എന്ന പ്രായത്തിന് ഒരു കുഴപ്പമില്ല. പിന്നെ എന്താണ് ഉണ്ടാകേണ്ടത്? കൗമാരം വളരെ ശക്തിയുള്ള, പവറുള്ള, വളർച്ചയുള്ള, നല്ല ചിന്തയുള്ള, നല്ല പ്രായമാണ്. നിങ്ങളൊരു കൗമാരക്കാരനോട് ചോദിക്കൂ, നീ എന്താണ് സെലക്ട് ചെയ്യുന്നത്? ഒരു കൗമാരക്കാരൻ പറയുന്നു, എനിക്ക് മിലിറ്ററിയിൽ ജോലി ചെയ്യണം. അവനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നത്? എനിക്ക് നാടിനെ സംരക്ഷിക്കുന്ന ആളാകണം. ഒരു കൗമാരക്കാരനോട് ചോദിക്കും, നീ എന്താണ് നിന്റെ ലൈഫിൽ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? അവൻ പറയുന്നു, എനിക്കൊരു വക്കീലാകണം. അവനോട് ചോദിച്ചു നോക്കും, നീ എന്തിനാണ് വക്കീലാകുന്നതെന്ന്? അവന്റെ മറുപടി, എനിക്ക് ഈ നാട്ടിലെ ഒരുപാട് പാവങ്ങളെ രക്ഷപ്പെടുത്തണം. നിങ്ങളൊരു കൗമാരക്കാരനോട് ചോദിക്കൂ, നീ ആരാകണം? അവൻ പറയുന്നു, എനിക്കൊരു ഡോക്ടർ ആകണം. നീ എന്തിന് ഡോക്ടർ ആകുന്നു എന്ന് ചോദിച്ചാൽ കൗമാരക്കാരന്റെ ഉത്തരം, ഒരുപാട് മനുഷ്യരുടെ ജീവിതം വീണ്ടെടുക്കണം. ഒരു കൗമാരക്കാരൻ പറയുന്നു, എനിക്കൊരു പൊളിറ്റീഷ്യൻ ആകണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കൗമാരക്കാരൻ പറയുന്ന ഉത്തരം എന്തായിരിക്കും എന്നറിയോ? എനിക്ക് നാടിന് ഒരുപാട് വിപ്ലവകരമായ ഉയർച്ചയുണ്ടാക്കണമെന്നായിരിക്കും. ഇതെല്ലാം നന്മയാണ്, ഇതെല്ലാം പ്രവർത്തനക്ഷമമാണ്, ഇതെല്ലാം ആക്റ്റീവ് മോഡാണ്. എന്നാൽ കുറച്ച് പ്രായം കൂടിയ ഒരാളോട്, ഒരു 25 വയസ്സിന് ശേഷമുള്ള ഒരാളോട് നിങ്ങളൊരു വക്കീലാകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് എൻ്റെ കുടുംബത്തെ പോറ്റണം. നീ ഒരു ഡോക്ടറാകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു നോക്ക്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ വളരണം. നീ ഒരു പൊളിറ്റീഷ്യനാകുന്ന എന്തിനാണെന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് കുറെ സമ്പാദിക്കണം. ഇങ്ങനെ സങ്കുചിതനാകുന്നത് കാണാം. സങ്കുചിതത്വമില്ലാത്ത വിശാല മനസ്സുള്ള പ്രായമാണ് കൗമാരം.
ഈ പ്രായത്തിൽ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യണം. നബി തങ്ങളുടെ മാർഗത്തെ ഫോളോ ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞത് എന്താ? അക്രിമു ഔലാദക്കും. മക്കളോടുള്ള സമീപനത്തിൽ വളരെ മാന്യമായി സമീപിച്ച് മുന്നോട്ട് പോകണം. ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം പാരൻസ് ആണ് എന്നതുകൊണ്ട് ഞാൻ ഒരു ഭാഗം ബോധപൂർവം മറക്കുന്നുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന വളരെ പ്രിയപ്പെട്ട മക്കളെ തൽക്കാലം ഞാൻ മറന്ന് സംസാരിക്കുകയാണ്. കണ്ടില്ലെന്ന് നടിച്ച് സംസാരിക്കാൻ. മക്കളോട് എനിക്കൊരു കാര്യം ഇടക്ക് പറയാനാണ്. അതെന്താ അറിയോ? നമ്മുടെ രക്ഷിതാക്കളിലോ അധ്യാപകരിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ ഒരു പോരായ്മയുണ്ടായാൽ ആ പോരായ്മയുടെ പേരിൽ പ്രക്ഷുബ്ധരാകാതെ, നമ്മുടെ ജീവിതം കളയാതെ, പേരുദോഷങ്ങൾ നേടാതെ, അപ്പോൾ പോലും എൻ്റെ ജീവിതത്തിൽ ഉയർന്ന ഒരാളാകണം, എൻ്റെ ജീവിതത്തിൽ ഒരു മഹത്വമുള്ള മുഅ്മിനാകണം, നേട്ടമുള്ളൊരു സത്യവിശ്വാസിയാകണം, ജീവിതം വിജയിച്ചു മുന്നോട്ട് പോകുന്ന ഒരു പൗരനാകണം എന്ന ചിന്താഗതി എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എപ്പോഴും ഉണ്ടാകണം. രക്ഷിതാക്കൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചില്ലറ മിസ്റ്റേക്ക് പറ്റിയാലും അതിൻ്റെ പേരിലൊന്നും നമുക്ക് പേരുദോഷം വരരുത്. നമ്മൾ തകർന്നു പോകരുത്. നമ്മൾക്ക് എവിടെയെങ്കിലും ഇകഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യം വരരുത്. ഇൽമിനോട് ചേരാത്ത ജീവിത രീതിയുള്ളവരായി നമ്മൾ മാറരുത്. അറിവിനോട് ചേരാത്ത ജീവിത രീതിയുള്ളവരായി നമ്മൾ മാറരുത്. സ്വഭാവത്തിൽ മോശമായി പോകരുത്. രക്ഷിതാക്കൾക്കോ ഗുരുനാഥന്മാർക്കോ സന്തോഷം നൽകാൻ കഴിയാത്ത കഴിവുകെട്ടവരായി നമ്മൾ മാറിപ്പോകരുത്. തല്ലുമാലയിലൊക്കെ പെടുന്നത് എന്തുകൊണ്ടാ? ചിലരൊക്കെ വിചാരിക്കുന്നത് സഹപാഠിയെ തല്ലിത്തോൽപ്പിച്ചാൽ കഴിവാണ്. അതേത് ഗുണ്ടക്കും കഴിയും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വെറും മൃഗങ്ങളുടെ കഴിവ് മാത്രമുള്ള, ആരോഗ്യം മാത്രമുള്ള ഗുണ്ടകൾ, അവർക്കൊക്കെ കഴിയുന്നതാണ് തല്ലിത്തോൽപ്പിക്കൽ. മനുഷ്യന്റെ കഴിവ് അറിവാണ്, ആർട്ടാണ്. മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരാളെ തോൽപ്പിക്കേണ്ടത്? ഇത് അങ്ങനെയാണ് തോൽപ്പിക്കേണ്ടത്. എന്താണ്? ഒരു ശത്രുവിനെ എങ്ങനെ നശിപ്പിക്കണം? ശത്രുവിലെ ശത്രുതയെ നശിപ്പിച്ചിട്ട് അവനെ മിത്രമാക്കണം. അതാണ് കഴിവ്. തല്ലലൊരു കഴിവൊന്നുമല്ല, അതേത് മൃഗങ്ങൾക്കും കഴിയും. മനുഷ്യന്റെ കഴിവ് ആർട്ടാണ്. മനുഷ്യന്റെ കഴിവ് കലയാണ്, കലാബോധമാണ്. മനുഷ്യൻ അതിജയിക്കേണ്ടത് അറിവ് കൊണ്ടാണ്. തൻ്റെ സഹപാഠി തനിക്കെതിരെ അക്രമവുമായി വരുമ്പോൾ അവനെ സ്നേഹം കൊണ്ട് കീഴടക്കി അവനിലും നന്മയുണ്ടാക്കുക എന്നതാണ് ശരിയായ പോരാളിയാകുന്നത്. അപ്പോഴാണ്. ഇങ്ങോട്ട് ചീത്ത വിളിക്കൽ കഴിവൊന്നുമല്ല, അതൊരു കഴിവുകേടാണ്. ഇങ്ങോട്ട് ആക്ഷേപിച്ചവനെ അങ്ങോട്ടും ആക്ഷേപിക്കുന്നത് കഴിവൊന്നുമല്ല, അത് കഴിവുകേടാണ്. കഴിവെന്താണ്? കഴിവ് ഇങ്ങോട്ട് ചീത്ത വിളിക്കുമ്പോൾ അങ്ങോട്ട് അവനെ നല്ല രീതിയിൽ അഭിസംബോധന ചെയ്യാൻ പറ്റിയാൽ അത് കഴിവാണ്, യോഗ്യതയാണ്, പവറാണ്. മറ്റു പവറൊന്നുമല്ല. മറ്റത് ആർക്കും സാധിക്കുന്ന, ഏത് മൃഗങ്ങൾക്ക് പോലും സാധിക്കുന്ന പരിപാടിയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ വരുന്നു. ഒരു രക്ഷിതാവ് എന്ത് ചെയ്യണം? ഈ പ്രായത്തിൽ നമ്മുടെ മക്കളോട് പെരുമാറുമ്പോൾ മക്കളോട് സമീപിക്കേണ്ട സമീപന രീതി നല്ല ബഹുമാനത്തോടെ സമീപിച്ച് ശീലിക്കണം. കമിസ്ലി സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ മുത്തുനബി തങ്ങൾ മക്കളോട് സ്വീകരിച്ച സമീപനം നോക്കൂ. പേരക്കുട്ടികളോട് സ്വീകരിച്ച സമീപനം നോക്കൂ. നബി തങ്ങളെടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുട്ടികളോട് സ്വീകരിച്ച സമീപനം നോക്കൂ. മക്കളോട് നബി തങ്ങൾ എങ്ങനെയാ സംസാരിക്കുന്നത്? അവർക്ക് മനസ്സിലാകുന്ന ശാന്തസുന്ദരമായ ഭാഷയിൽ. ഒരു ഈത്തപ്പനെ കെറിഞ്ഞിട്ട് വീട്ടുകാരൻ, രക്ഷിതാവ് കുടുങ്ങുന്നു. പടച്ചോനെ, നാട്ടുകാർ ഈത്തപ്പനൊക്കെ കെറിഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിക്കൂലേ? സമാധാനം പറയണ്ടേ? ആൻസർ പറയണ്ടേ? അങ്ങനെ കുടുങ്ങിയ മകനെയും കൊണ്ടുവരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കും. മോനെ, ഈത്തപ്പനയിൽ നിന്ന് നീ വല്ലപ്പോഴും ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടോ? അതെ. നല്ല മധുരല്ലേ? നല്ല മധുരാണ്. പോഷകല്ലേ? ഉണ്ട്. ഈ ഈത്തപ്പഴം എവിടെ നിന്ന് കിട്ടുന്നതെന്നറിയോ? ഈത്തപ്പനയിൽ നിന്നാണ്. ഈ ഈത്തപ്പനയെ നീ നേരത്തെ എറിയണോ? എന്തൊരു ഭംഗിയുള്ള സംസാര രീതി! അവിടെ പ്രക്ഷുബ്ധമായി ആക്ഷേപിച്ച്, ശകാരിച്ച്, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി കാര്യം നേടാം എന്ന് അധ്യാപകരെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. രക്ഷിതാക്കളെയും നബി തങ്ങൾ പഠിപ്പിച്ച ബശ്ശിറു വലാ തുനഫിറു.
മക്കളോടൊക്കെ നല്ല സന്തോഷകരമായി പെരുമാറണം. വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ മക്കളോട് എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും, മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സലാം പറയണം, മുസാഫഹത്ത് ചെയ്യണം, ആലിംഗനം ചെയ്യണം, അവർക്ക് ചുംബനം നൽകണം, അവരെ അണച്ചുകൂട്ടണം, വിവരങ്ങൾ ചോദിക്കണം. ഇവിടെയാണ് സ്നേഹം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം. പലപ്പോഴും രക്ഷിതാക്കൾ പിഴച്ചു പോകുന്നത് ഈ വിഷയത്തിൽ ഇവിടെയാണ്. ഒരു ദിവസം എൻ്റെ അടുത്തൊരു രക്ഷിതാവ് വളരെ പ്രയാസത്തോടുകൂടെ ഇരുന്ന് കരയുകയാണ്. വളരെ പ്രായമുള്ള, അതേസമയത്ത് നല്ല ആരോഗ്യമുള്ള, നല്ല ആഫിയത്തുള്ള, സുന്ദര സുമുഖനായ മനുഷ്യൻ. അദ്ദേഹം കരയുന്നത് സ്വന്തം മകൻ. ഈ മകൻ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ. ആ ആരോഗ്യമുള്ള 16-കാരനായ മകന്റെ കാര്യത്തിൽ പിതാവ് സങ്കടപ്പെട്ട് കരയാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകന് അവന് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അവന് വാഹനം വേണമെന്ന് പറയുമ്പോൾ എൻ്റെ വാഹനം ഞാൻ കൊടുത്തു. അങ്ങനെ എൻ്റെ വാഹനം സ്വയം ഉപയോഗിക്കുന്ന, എൻ്റെ ഫോണിനേക്കാളും വിലപിടിപ്പുള്ള ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള എൻ്റെ മകൻ ഇന്ന് എന്നെ ശത്രുവെ പോലെ പെരുമാറുന്നു. ഞാൻ എന്തു പറഞ്ഞോ അതിനെല്ലാം മോശമായി ആൻസർ പറയുന്നു. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കും, എന്നെ ചോദ്യം ചെയ്യുകയോ എന്നിൽ ഇടപെടുകയോ ചെയ്യണ്ട എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞൊരു ദിവസം എൻ്റെ വീടിൻ്റെ എല്ലാ വാതിലുകളും, അദ്ദേഹം നല്ല സമ്പന്നനാണ്, വീടൊക്കെ അടിപൊളിയാണ്, ഓരോ വാതിലും അതിശക്തമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, എൻ്റെ മകൻ ആയുധങ്ങളെടുത്ത് എൻ്റെ വീടിൻ്റെ വാതിലുകളെല്ലാം കൊത്തിപ്പൊളിച്ചു കളഞ്ഞു. ഞാൻ അവസാനം ദിവസങ്ങളോളം ഇവനെ സംയമനത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം പോലീസിൽ ചെന്ന് ഞാൻ അഭയം തേടി. പോലീസുകാരോട് ഞാൻ ചോദിച്ചു, വളരെ സൗമ്യമായി സംസാരിച്ചു, എനിക്ക് വല്ല രക്ഷയുണ്ടോ? പോലീസുകാരൻ പറഞ്ഞു, ഞങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടായാൽ നിങ്ങളുടെ മകന് കൂടുതൽ പേരുദോഷം വരും. അതുകൊണ്ട് നിങ്ങൾ തന്നെ കുറച്ചുകൂടി സമയമെടുത്ത് സംയമനം ഉണ്ടാക്കിയാൽ അതാണ് നല്ലത്. ഞങ്ങൾ ഇടപെട്ടാൽ അത് നിങ്ങൾക്ക് പേരുദോഷമാകും, ന്യൂസിൽ വരും. എന്നിട്ട് പോലീസുകാരൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് കൂടുതൽ സമയം ഇതിനാ സമയം ചെലവഴിക്കേണ്ടി വരുന്നത്. ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നത് കൗമാരക്കാരായ മക്കൾ, അവർ തലവേദനയായതിൻ്റെ പേരിൽ രക്ഷിതാക്കൾ പ്രയാസപ്പെടുന്നു, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിടത്താണ് സമയം ചെലവഴിക്കേണ്ടി വരുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഒരു രക്ഷിതാവ് ഒരു ദിവസം ഒരു സൈക്കോളജിസ്റ്റായ സുഹൃത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, എൻ്റെ മകനെ എങ്ങനെങ്കിലും ഒന്ന് ജയിലിൽ അടച്ചു തരുമോ? എന്തേ കാരണം? തലയിൽ വലിയ ബാൻഡേജ് ഉണ്ട്, ഈ ബാൻഡേജ് എൻ്റെ മകൻ വെട്ടിയതാണ്. ഈ മകനെ എങ്ങനെങ്കിലും ഒന്ന് ജയിലിലാക്കി തന്നാൽ മതിയായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടോളാം. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല, ഇങ്ങനെ നടക്കുന്നുണ്ട്. എവിടെയാ പ്രശ്നം? എവിടെയാ? എന്താണ് സൊല്യൂഷൻ? ഞാൻ ഒന്നാമത് പറഞ്ഞതിലെ ഈ രക്ഷിതാവ് മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്ന വ്യാജേന മക്കൾ ചോദിക്കുന്ന പാടില്ലാത്ത എല്ലാം ചെയ്തു കൊടുക്കുന്നു. പ്രായം തികയാത്ത 18 വയസ്സാകാത്ത മക്കൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത് അനർത്ഥമാണ്, അർത്ഥശൂന്യമാണ്. പക്ഷെ ചെയ്യാത്ത രക്ഷിതാക്കൾ ഇന്ന് കുറവാ. കഴിവുകേടാണിത്. അതുപോലെ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് വാഹനം കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നു. വാഹനം വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ പോലുമുണ്ട്. പറയേണ്ട പദപ്രയോഗങ്ങൾ ഞാൻ വളരെ ബോധപൂർവ്വം ഒഴിവാക്കുകയാണ്. ആ രക്ഷിതാക്കൾ എന്താ വിളിക്കണ്ടേ? ചെയ്യേണ്ടത്, സ്നേഹത്തിന്റെ പേരിൽ ചെയ്യേണ്ടത് വാഹനം കൊടുക്കലല്ല, അവർക്ക് ലക്ഷറി സൗകര്യങ്ങൾ ഒരുക്കലല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് സ്നേഹം പങ്കിട്ട് സംസാരിച്ച് ശീലിക്കണം. സംസാരിക്കുന്ന സമയത്ത് ആക്ഷേപഹാസ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും, ബ്ലെയിമിങ്, തെർഫീം അതൊഴിവാക്കുക, കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക. പകരം അവരോട് സൗമ്യമായി മനുഷ്യനായി കണ്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്നതിനാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഒരാഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും സാധാരണ ഡേ സ്കോളേഴ്സായി താമസിക്കുന്ന വിദ്യാർത്ഥികളോട് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം?
ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. റെസിഡൻഷ്യലായി താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ മാസത്തിൽ 3 ദിവസം വീട്ടിൽ വരുന്ന രക്ഷിതാക്കൾ, മാസത്തിൽ 3 തവണ വീട്ടിൽ വരുന്ന വിദ്യാർത്ഥികളോട് രക്ഷിതാക്കൾ അന്ന് അവരെ എല്ലാ ഹസനാത്ത് സയ്യാത്ത് ഹിസാബ് എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വരുമ്പോൾ അവരെ ബഹുമാനത്തോടെ സ്വീകരിക്കണം. അവരുടെ കൂടെ വന്ന ഉടനെ അവരോടൊന്നിച്ചിരിക്കണം. ഈ മൊബൈൽ ഫോൺ ഉപയോഗമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്നിച്ചിരുന്നതിന് ശേഷം, മോനെ എത്ര മണിക്കാണ് നീ വരുന്ന യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? റാഹത്തായിരുന്നോ? എന്തൊക്കെയായിരുന്നു സ്ഥാപനത്തിലെ ദർസിലെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് ഉസ്താദിന്റെ വിശേഷങ്ങൾ? ഉഷാറാണോ? റാഹത്താണോ? വിശേഷങ്ങളൊക്കെ സസന്തോഷം കൈമാറിയതിന് ശേഷം മക്കളോട് ചോദിക്കുന്നു, ഇനി എപ്പോഴാണ് തിരിച്ചു പോകേണ്ടത്? വ്യാഴാഴ്ച വൈകുന്നേരം വീട്ടിലെത്തിയ കുട്ടി പറയുന്നു, വെള്ളി ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെയാണ് എത്തേണ്ടത്. മസലൻ ഫോർ എക്സാമ്പിൾ, ആ കുട്ടിയോട് ചോദിക്കുന്നു, മക്കളെ നമ്മൾ ഈ ഒരു 3 ദിവസം നല്ലൊരു അടിപൊളി ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റിയല്ലേ, നല്ലൊരു ഫാമിലി ഗാദറിംഗ് ആക്കി മാറ്റിയല്ലേ ഈ 3 ദിവസം? എന്ത് ചെയ്യണം? ഈ 3 ദിവസത്തിനിടയിൽ ലഭ്യമായ സമയങ്ങളെല്ലാം കളർഫുള്ളായി പ്ലാൻ ചെയ്യണം. നിങ്ങളൊരു മങ്കൂസ് മൗലിദിന്റെ ഒരു സദസ്സൊരുക്കൂ. എല്ലാവരും ഒന്നിച്ചിരുന്ന് നല്ല ഒരു അടിപൊളി പാർട്ടി, ഹെൽത്തി ഫുഡ് പാർട്ടി ഉണ്ടാക്കൂ. എന്നിട്ട് നല്ലൊരു കളർഫുൾ മൗലിദ്, അത് അടിപൊളിയായിട്ടൊരു ഗാദറിങ് നടത്തൂ. ആ ഗാദറിങ്ങിന്റെ ഇടയിൽ ഒരു സമയം നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഫാമിലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ദർസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കൂ. അങ്ങനെ കളർഫുൾ ആയിട്ട് വന്നിട്ട് തിരിച്ചു പോകുന്നത് വരെയുള്ള സമയങ്ങളെല്ലാം നല്ല പ്ലാനിങ് ചെയ്യുക. ഒരു പ്ലാനും ഇല്ല. മോൻ വന്നു, ഡ്രസ്സൊക്കെ അയച്ചിട്ടു, ഇനി എന്താ? ഉമ്മന്റെ ഫോണൊന്ന് എടുത്തു, ഓപ്പൺ ആക്കി. അപ്പൊ ഉമ്മക്ക് പ്രശ്നമൊന്നുമില്ല. വാപ്പാന്റെ ഫോൺ എടുത്തു, ഉപയോഗിച്ചു, വാപ്പാക്ക് പ്രശ്നമില്ല, വന്ന ഉടനെയല്ലേ. പിന്നെ ഇവൻ മുഴുവനും ഷോർട്സിലായി, റീൽസിലായി. ഇവനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അവൻ വരുന്നില്ല, നിസ്കരിക്കാൻ വിളിച്ചപ്പോൾ അതിനും വരുന്നില്ല. അപ്പോഴാണ് ഉമ്മ ചൂടാകുന്നത്. വന്നിട്ട് ആദ്യം തുടങ്ങിയത് ചൂടാകല്. എന്തുകൊണ്ട് സംഭവിച്ചു? ഈ ഒരു ക്വാളിറ്റി ടൈമിന്റെ മിസ്സിംഗ് ആണ്. ഇനി ബൈ ചാൻസ് അങ്ങനൊരു ഇതിൽ പെട്ടുപോയാൽ, പെട്ടതിന് ശേഷം നിങ്ങൾ ബഹളം വെക്കുന്നതിന് പകരം നിങ്ങൾ തൽക്കാലം മിണ്ടാതിരിക്കുക. തൽക്കാലം മിണ്ടാതിരുന്നതിന് ശേഷം അവനെല്ലാം കഴിയട്ടെ. എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ സമയത്ത് അവനോട് ചോദിക്കുക. ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നത്, ഒരനർത്ഥം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് വന്നാൽ പിന്നെ ആ അനർത്ഥം നടക്കുന്നതിനിടയ്ക്കിൽ ചെന്ന് നിങ്ങൾ സംസാരിച്ചാൽ അതിൽ കോൺഫ്ലിക്റ്റ് ആയി മാറും, തർക്കമായി മാറും. തർക്കത്തിന് ഒരിക്കലും കമ്മ്യൂണിക്കേഷന് പ്രാധാന്യമില്ല. ഒരു ദിവസം ഉപ്പ എന്നെ വിളിച്ചു, നല്ല പണ്ഡിതനാ. വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, സതേ എൻ്റെ മോന് വല്ലാതെ മോശമായി എന്നോട് സംസാരിച്ചു കളഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? എപ്പോഴാണ് ഉണ്ടായത്? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ സുബഹി നിസ്കരിച്ചു മദ്രസയിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ മകൻ്റെ അടുത്ത് ചെന്ന് അവനെ വിളിച്ചതാണ്. അവൻ സുബഹി നിസ്കരിച്ചിട്ട് കിടക്കുകയാണ്. ആ ഉറക്കത്തിനിടയിൽ അവനെ വിളിച്ചിട്ട് അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, നിങ്ങളൊന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് ഇയാൾക്ക് താങ്ങാൻ പറ്റിയില്ല. അവൻ ഉറക്കത്തിലാണ്. സത്യത്തിൽ ഒരാൾ ഒരു കോൺഫ്ലിക്റ്റ് മോഡിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും നീതിയും ന്യായവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് മോഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. തർക്കത്തിനിടയിൽ ആശയവിനിമയം നടത്താമെന്ന് കരുതരുത്. തർക്കത്തിനിടയിൽ ചെന്ന് ആശയവിനിമയം നടത്തിയാൽ രണ്ടാൾ തമ്മിൽ തർക്കം കൂടുമ്പോൾ അവിടെ ചെന്നിട്ട് അയാളോട് വിവരം ചോദിച്ചാൽ അടി ഇങ്ങൾക്കും കൂടെ കിട്ടും. പിന്നെ എന്തിനാന്ന് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. അതുകൊണ്ട് പ്രശ്ന സങ്കീർണമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴാണോ അവരോടൊരു ഫ്രീ ടൈം കിട്ടുന്നത് അത് വെയിറ്റ് ചെയ്യണം. പിന്നെ ആ ഫ്രീ ടൈമിനിടയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഉള്ളതുള്ളതുപോലെ സത്യസന്ധമായിട്ട് അവരോട് പറയണം. സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ബഹുമാനത്തോടെയും ആദരവോടെയും സംസാരിക്കണമെന്ന് രത്നച്ചുരുക്കം. മക്കളോട് എല്ലാം കൽപ്പിച്ച് സംസാരിക്കുക. നിങ്ങൾ അലി കുഞ്ഞുസ്താദിന്റെ ഒക്കെ സംസാരം കേട്ടിട്ടില്ല? നവറല്ലാഹു ബർക്കതുഹു, അള്ളാഹു മഹാനവറുകളുടെ മദത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു നൽകുമാറാകട്ടെ. ആ സംസാരം നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര സുന്ദരമാണ് ആ സംസാരം, എത്ര സോഫ്റ്റാണ് ആ സംസാരം. സംസാരം സോഫ്റ്റ് ആയത് വകയിൽ ആരെങ്കിലും ചീത്തയായിട്ടുണ്ടോ? നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ആ സംസാരം അത്ര സോഫ്റ്റ് ആയി പോയ വകയിൽ ആരെങ്കിലും ചീത്തയായി പോയിട്ടുണ്ടോ? ഇല്ല, ആകില്ല എന്നതാണ് സത്യം. അപ്പൊ നമ്മൾ എന്തു വേണം?
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഒരു ആശയം ജീവിതത്തിൽ പ്രയോഗിക്കണം. ജീവിതത്തിൽ പ്രയോഗിക്കുന്ന സമയത്ത് മാറ്റമുണ്ടാകും. പ്രത്യേകിച്ച് കൗമാരക്കാരാകുന്ന സമയത്ത് അവർക്ക് പ്രായം കൊണ്ടൊരു കൺഫ്യൂസ്ഡ് ഏരിയയാണത്. ചെറിയൊരു ആശയ വ്യക്തത കുറയുന്നൊരു സമയമാണത്. എന്തുകൊണ്ടെന്നറിയോ? ഒരു 13, 14, 15 ആകുമ്പോൾ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരും, ശരീരത്തിലും ചെറിയ മാറ്റം വരും. മീശയൊക്കെ ചെറുതായിട്ട് മുളക്കും, താടിയിലൊക്കെ ചെറുതായിട്ട് രോമം വരും, ശബ്ദം ചെറുതായിട്ട് മാറും. നേരത്തെയുള്ള സോഫ്റ്റ് സൗണ്ട് കുറച്ച് ഹാർഡ് സൗണ്ടായിട്ട് മാറും, കുറച്ച് കഠിനമായ സൗണ്ടായിട്ട് മാറും. അതുപോലെ ചിലപ്പോഴൊക്കെ സാധാരണ സ്നേഹത്തോടെ സംസാരിച്ച സമയത്ത് ഒന്ന് മാറി സംസാരിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടാകും. ഈ പ്രവണതയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊന്നും ബഹളം വെക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ അവരുടെ കൂടെ ഏതെങ്കിലും അരുതായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, മോനെ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു, നിനക്കിപ്പോൾ ഒരു മനസ്സ് റെഡിയാണോ? ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അവനോട് പറയുന്നു, ഇന്ന കാര്യം നിന്റെ സംസാരത്തിൽ ഇച്ചിരി മോശമായി എനിക്ക് തോന്നുന്നുണ്ട്. എന്താ നിനക്ക് തോന്നുന്നത്? ഇതിൽ നല്ലതിന്നതാണ്, നല്ല റൂട്ടിലേക്ക് എൻ്റെ മോൻ മാറണം. ഈ ഭാഷ ഡയറക്റ്റ് ഫോം ഉപയോഗിക്കണം, ഇൻഡയറക്റ്റ് ഫോം ഉപയോഗിക്കരുത്. എന്ന് പറഞ്ഞാൽ മോനോട് ചോദിക്കാണ്, ഇത് കാണുന്നില്ല ഈ നാട്ടിൽ എത്ര എത്ര മക്കളുണ്ട്, നിന്നെ പോലെ ആരാ ഉള്ളത്, ഒന്ന് നന്നായിക്കൂടെ? എപ്പോഴാ നീയൊക്കെ നന്നാവല്? നീ ആ ചുമരിന്റെ നേരെ നിന്നിട്ടൊന്ന് വരച്ചു നോക്ക് എത്ര വലുപ്പമുണ്ട്. ഇങ്ങനെയല്ല പറയേണ്ടത്, ഇത് ഇൻഡയറക്റ്റ് ഫോമാണ്. പകരം മക്കളോട് പറയേണ്ടത്, മോനെ നീ നല്ല മോനാണ്, നീ ഇത്രയും കാലം എനിക്ക് പ്രിയപ്പെട്ട മോനാണ്, ഇവിടുന്ന് അങ്ങോട്ടും എനിക്ക് നിന്നോട് ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. എൻ്റെ ജീവിതത്തിൽ നീ വലിയൊരു പ്രതീക്ഷയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അവൻ പറയുന്നു, ഇപ്പം ഞാനിപ്പോൾ വലിയൊരു പരീക്ഷയുടെ ബേജാറില്ല, അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുക? അത് നമുക്ക് 23 കഴിയട്ടെ, അന്ന് സംസാരിക്കാം. അന്നായിക്കോട്ടെ, അന്ന് സംസാരിക്കാം. അന്ന് സംസാരിക്കണം. അല്ലാതെ നമുക്ക് തോന്നുമ്പോൾ പറയാനുള്ളത് ഇടിച്ചു കയറി പറയുന്ന ശൈലിയല്ല വേണ്ടത് എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപന സുരത്തിന്റെ യഥാർത്ഥ അർത്ഥം അങ്ങനെയാണ്. അങ്ങനെ വേണം മക്കളോട് സമീപിക്കാൻ. കൗമാരപ്രായത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ഇപ്പോഴത്തെ ഒരു മാറ്റർ എന്താണ്? പ്രണയമാണ്, ലവ് അഫെയർ. എന്തുകൊണ്ടാണ് ഈ പ്രണയം ഇങ്ങനെ ദുരന്തം തീർക്കുന്നത്? ഒന്ന്, മിഥ്യകളെ പിന്തുടരുന്നത് കൊണ്ടാണ് ഒന്ന് അബദ്ധം സംഭവിക്കുന്നത്. പ്രണയം എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹം എന്നാണ്. സ്നേഹം ഒരിക്കലും അപകടം അല്ല. അതേസമയത്ത് ഇന്ന് പ്രണയത്തിന്റെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രണയമല്ല, സെക്സ് ആണ്, ലൈംഗികതയാണ്. പക്ഷെ ഈ ലൈംഗികതയിൽ പ്രശ്നമുണ്ടാകുന്നതിന്റെ 3 കാരണങ്ങൾ. ഒന്ന്, ആദ്യമായി ലൈംഗികതയെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതാണ്. സെക്സ് എന്ന് പറയുന്നത് പവിത്രമാണ്, ജൈവികമായി വളരെ ഗുണമുള്ളതാണ്, ആത്മീയതക്കൊരു മനുഷ്യൻ ആവശ്യമുള്ളതാണ്, മനുഷ്യന്റെ സാമൂഹിക അവസ്ഥ ഭദ്രമായി നിലനിൽക്കാൻ ആവശ്യമുള്ളതാണ്. ഈ ലോകത്ത് മനുഷ്യനിലെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ ആവശ്യമുള്ളതാണ്. ഭക്ഷണം പോലെ, ഭക്ഷണം ആരോഗ്യത്തിന് ആവശ്യമാണ്, ഭക്ഷണം ആത്മീയതയ്ക്ക് ആവശ്യമാണ്, ഭക്ഷണം ഒരു മനുഷ്യന്റെ സാമൂഹികാവസ്ഥ നന്നാകാൻ ആവശ്യമാണ്. പക്ഷേ ഭക്ഷണത്തിൽ അനാരോഗ്യമായ ഭക്ഷണം കഴിച്ചാൽ അപകടമാണ്, സ്ഥലം മാറി ഭക്ഷണം കഴിച്ചാൽ അപകടമാണ്, ആള് മാറി ഭക്ഷണം കഴിച്ചാൽ അപകടമാണ്. ഇപ്പൊ ഇവിടെ വലിയൊരു ഉസ്താദിന് കൊണ്ടുവച്ച ഭക്ഷണം ഞാൻ കയറി പതുക്കെ എടുത്ത് കഴിച്ചാൽ വഷളാണത്. ഇവിടെ വെച്ച് ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ ഇവിടെ ഞാൻ പത്തിരിയും കറിയും ഒക്കെ കൊണ്ടുവന്ന് കഴിക്കുകയാണെങ്കിൽ അതൊരു വഷളാണ്, ഇച്ചിരി മാനസികമായ ആൾക്ക് സൂക്കെടുക്കുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കും. ഇങ്ങനെ ആളും തരവും സ്ഥലവും ഒക്കെ മാറിയാൽ ഭക്ഷണം പ്രശ്നമാകുന്നത് പോലെ ലൈംഗികതയും പ്രശ്നമാണ്. അടിസ്ഥാനപരമായി ലൈംഗികതയെ നിഷേധിക്കപ്പെടരുത്. എവിടെയാണ് അബദ്ധം പറ്റുന്നതെന്നറിയോ? പലപ്പോഴും ഒരു ആൺകുട്ടിക്ക് ഒരു 13, 14, 15 വയസ്സാകുമ്പോൾ സെക്ഷലായി മെച്ചൂരിറ്റി ഉണ്ടായി തുടങ്ങും. പെൺകുട്ടിക്ക് 9 വയസ്സ് മുതൽ സെക്ഷലായി മെച്ചൂരിറ്റി ഉണ്ടാകും. ഇത് മെഡിക്കൽ സയൻസ് സ്ഥിരപ്പെടുത്തിയതാണ്. ഇത് നമ്മൾ അങ്ങോട്ട് നിഷേധിക്കുകയാണ്. നമ്മൾ നിഷേധിച്ചിട്ട് ക്ലാസ്മേറ്റ് എന്ന പേരിൽ ഇതാ ഈ 14, 15 വയസ്സായ ഈ പുരുഷനും ഈ സ്ത്രീയും, അതാണ് ശരി, സ്റ്റുഡൻ്റാണ്,
അതിന്റെ പേരിൽ 15 വയസ്സായ ഒരു ആൺകുട്ടി പുരുഷനാകാതിരിക്കുന്നില്ല, ഒരു പെൺകുട്ടി സ്ത്രീയാകാതിരിക്കുന്നില്ല. ഈ സ്ത്രീയായിട്ട് നമ്മൾ ചില കണ്ണടക്കലുകൾ നടത്തുന്നു. ഈ ഉച്ചക്ക് 11, 12 മണിയാകുന്ന ഈ സമയം നമ്മൾ എല്ലാവരും കൂടി കണ്ണടച്ചിരുന്നാൽ ഇത് രാത്രിയാവോ? ഇല്ല, ഇത് പകല് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ് സെഷനിൽ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മകള് ഇൻസ്റ്റഗ്രാമിൽ ID ഓപ്പൺ ആക്കി. ഇൻസ്റ്റഗ്രാമിൽ ID ഓപ്പൺ ആക്കുന്നതിനെ കുറിച്ച് വർത്തമാന സാഹചര്യത്തിൽ എൻ്റെ അഭിപ്രായം, നിങ്ങൾ മുംബൈയിൽ പോയി റെഡ് സീറ്റിൽ ചുവന്ന തെരുവിൽ പോയി എന്ന് പറഞ്ഞാൽ എന്താണോ അർത്ഥം അതുപോലെയാണ്. ആർക്ക്? ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം, ശരിയല്ലെന്ന് പറയാം, എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ പറയാനും സ്വാതന്ത്ര്യമുണ്ട്. ജീവിതാനുഭവങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ 1000 കുതിരശക്തിയോടെ ഞാൻ പറയുന്ന ഈ ആദർശത്തിന്റെ പിന്നാലെ വരും എന്ന് ശ്രോതാക്കളോട് ഞാൻ ഈ സമയത്ത് പറയുന്നു. ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ID ഫോണിൽ ഡിസ്പ്ലേയിൽ വരാതെ ഹൈഡ് ചെയ്ത് വെക്കാൻ കൂടി പഠിച്ചു. അപ്പൊ ഈ രക്ഷിതാവ് ഈ കുട്ടിയോട് ചോദിച്ചു, നീ എങ്ങനെ പഠിച്ചു? അത് യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. എന്തിനാണ് ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ട് മറച്ചു വെക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാ? ഒരു ഇൻസ്റ്റഗ്രാം ID തുടങ്ങിയിട്ട് അത് മറച്ചു വെക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ശേഷം ആൻസർ കാണാം. എന്താണ്? ഈ കുട്ടി സ്ഥിരമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ. ആരോട്? 7ാം ക്ലാസ്സുകാരനായ മറ്റൊരു ആൺകുട്ടിയോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ചാറ്റിന്റെ മീനിങ്? എന്താണ്? കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറയുന്നു, കുട്ടി ആകെ കരയുന്നു, വെപ്രാളപ്പെടുന്നു. കുട്ടി പറയുന്നു, അവനെ പ്രപ്പോസ് ചെയ്തു. എന്താണ് അതിന്റെ മലയാളം? എന്നെ വിവാഹം അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്ന ആശയം എന്തോ അറ്റ് സെയിം എന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം. പക്ഷേ നമ്മൾ ഒളിച്ചു കളിക്കുകയാണ്. ഈ നട്ടുച്ച പകലിൽ നമ്മൾ പറയുന്നു ഇപ്പൊ രാത്രിയാണ്, എല്ലാവരും കണ്ണടക്കുന്നു. എന്തിന്? ഇറ്റ്സ് എ ബ്ലണ്ടർ ഐഡിയയാണത്, ഫൂളിഷ് ഐഡിയയാണത്. ഈ നട്ടുച്ച സമയത്ത് കണ്ണടച്ചിട്ട് പറയുന്നു ഇപ്പൊ രാത്രിയാണ്. ഈ നട്ടുച്ച സമയം രാത്രിയാകോ? ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയോട് ടൈപ്പ് ചെയ്ത് അന്വേഷിക്കുന്ന മെസ്സേജിന്റെ ബിഗിനിങ്, അതിന്റെ ബിദായ, അതിന്റെ തുടക്കം എന്താണ്? അവനെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് ആ സമയത്ത് ചെയ്യുന്ന ചാറ്റിംഗ്, അത് നിങ്ങൾ പഠനത്തിന്റെ പേരിലായാലും അല്ല തഹജ്ജുദ് നിസ്കാരത്തിന്റെ പേരിലായാലും അതിന്റെ മോട്ടീവ് സെക്സ് ആണ് എന്നത് വെറുതെ കണ്ണടച്ച് രാത്രിയാണെന്ന് പറയേണ്ട മക്കളെ, അതൊരു ബ്ലണ്ടർ മാത്രമാണ്. ശാരീരികമായി ആ കുട്ടിയിൽ ആ സമയത്തുണ്ടാകുന്ന സെക്ഷൽ മെച്ചൂരിറ്റിയുടെ ഭാഗമായുള്ള സിംറ്റംസ് ആണ് ആ ചലനം. അതിനെ വെറുതെ നിഷേധിക്കണ്ട, ആദ്യം അത് അംഗീകരിക്കൂ. സത്യത്തിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഈ പ്രായത്തിൽ എതിർലിംഗത്തോട് ഈ താല്പര്യം തോന്നുക എന്ന് പറയുന്നത് പലരും പറയുന്നത് പോലെ ഞരമ്പ് രോഗം അല്ല. ചിലരൊക്കെ അതിന് ഞരമ്പ് രോഗം എന്ന് പറയും. ഞരമ്പ് രോഗമല്ല. ഈ പ്രായത്തിൽ ജൈവികമായി ബയോളജി കൃത്യമായി പഠിച്ച ഒരാൾക്ക് മനസ്സിലാകുന്ന ജൈവികമായ ഒരു സവിശേഷതയാണത്. അല്ലാതെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്വഭാവമല്ല. എതിർലിംഗത്തോട് താല്പര്യം തോന്നും, അതാണ് അവിടുത്തെ ജൈവികത. പക്ഷെ എന്തു വേണം? പരിമിതികൾ സ്വീകരിക്കണം. ഏതുപോലെ? 2 വീലർ ഓടിച്ച് യാത്ര ചെയ്യാണ്. 2 വീലർ ഓടിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു ആള് പറയുന്നു, ഞാൻ 5 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്തു 5 കൊല്ലം കൊണ്ട്, ഇതുവരെ ഒരു തവണ പോലും ഞാൻ വീണിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് ധരിക്കേണ്ടതില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇവിടെ കോടതി അംഗീകരിക്കുവോ? നിയമപാലകർ അംഗീകരിക്കുവോ? ഇല്ല. എന്തുകൊണ്ടാ? അപകട സാധ്യതയുണ്ട് എന്നത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. എങ്കിൽ സുരക്ഷാ കവചം സ്വീകരിക്കണം, നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കണം. അല്ല, ഞാൻ 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുള്ളൂ, പറ്റൂല, പെട്ടാൽ ഫൈന് തരണം.
ഇതാണ് നിയമസാധുത. നിയമം ഫോർമേഷൻ ഒരു റൂൾ ഫോർമേഷന്റെ റൂട്ട് ഇതാണ് എങ്കിൽ ഇസ്ലാം ഇത് വളരെ സുതാര്യമായി പറയുന്നു. ഏത് ബയോളജിയും അറിയുന്ന ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പരമസത്യത്തെ ഇസ്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം തോന്നാം, അത് ജൈവികമാണ്. ഈ ജൈവികമായ താല്പര്യം തോന്നുമ്പോൾ ആണും പെണ്ണും ഒന്നിക്കരുത്.